മലപ്പുറത്ത് യുഡിഎഫിലെ പ്രധാന കക്ഷികളായ മുസ്ലിം ലീഗും കോൺഗ്രസും നേർക്കുനേർ 12 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. കോൺഗ്രസിന് മേൽക്കൈയുള്ള മേഖലകളിൽ യുഡിഎഫ് പുനഃസ്ഥാപിക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല. 6 നടക്കുന്ന യുഡിഎഫ് നേതൃയോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേർന്നുണ്ട്. സ്വാലിഹ് ചേർന്നുണ്ട്. സ്വാലിഹ്, നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പായപ്പോൾ അത് കൂടുതൽ പ്രതിഫലിക്കുകയാണ്. വിഷയം എങ്ങനെയാണ് പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടെ മലപ്പുറം ജില്ലയിൽ കടുത്ത പ്രതിസന്ധിയാണ് യുഡിഎഫിൽ ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 12 പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ്, കോൺഗ്രസും ലീഗും വെവ്വേറെ മത്സരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. അതുപോലെ കൊണ്ടോട്ടി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും തർക്കം നിലനിൽക്കുകയാണ്. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലെ കരുളായി, കരുവാരക്കുണ്ട്, ചോക്കാട്, പോരൂർ പഞ്ചായത്തുകളിലും നിലമ്പൂരിലെ മുത്തേടത്തും മഞ്ചേരി, തൃക്കലങ്ങോട്, തിരൂർ, നന്നമ്പ്ര, താനൂർ, പൊന്മുണ്ടം, പൊന്നാനിയിലെ 4 പഞ്ചായത്തുകളിലുമാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇരു പാർട്ടികളും ഒരുങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ടോട്ടി കരുവാരക്കുണ്ടിൽ മുസ്ലിം ലീഗ് ഒരു ഐക്യ മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസിനെ ഒഴിവാക്കിയാണ് കേരള കോൺഗ്രസ് എം, ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ കോൺഗ്രസ് വിമതർ എന്നിവരെ ഉൾപ്പെടുത്തി കരുവാരക്കുണ്ടിലെ വണ്ടൂരിലുള്ള 4 പഞ്ചായത്തുകളിൽ ഐക്യമുന്നണി രൂപീകരിച്ചാണ് ലീഗ് മത്സരിക്കുന്നത്. അതുപോലെ നിലമ്പൂർ മുത്തേടത്ത് ഏറെ നാളുള്ളതായുള്ള പ്രശ്നമാണ്. ഇത് പരിഹരിക്കാനായി യുഡിഎഫ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെയും നടന്നിരുന്നു. എന്നാൽ ലീഗുമായി ചങ്ങാത്തം വേണ്ട എന്ന ഉറച്ച നിലപാടിലാണ് മുത്തേടത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അതും വിജയിച്ചിട്ടില്ല. 12 പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൊണ്ടോട്ടി നഗരസഭയിലും വലിയ പ്രശ്നം നിലനിൽക്കുന്നു. മുഴുവൻ വാർഡുകളിലും വെവ്വേറെ സ്ഥാനാർത്ഥികളായിരിക്കും ഇരു പാർട്ടികൾക്കും ഉണ്ടാവുക. ഒറ്റയ്ക്ക് ആരും മത്സരിക്കേണ്ട എന്ന ലീഗിന്റെ സംസ്ഥാന നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രാദേശിക പ്രശ്നങ്ങൾ അതത് സ്ഥലങ്ങളിൽ തന്നെ പരിഹരിക്കണമെന്ന ഒരു അനുമതിയും ലീഗ് നേതാക്കൾ നൽകിയിട്ടുണ്ട്. അതേസമയം പരമാവധി യുഡിഎഫ് സംവിധാനം ഉപയോഗിക്കാനുള്ള, യുഡിഎഫുമായി സംവിധാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന്. പക്ഷേ ഇത്തരം പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമയപരിധി ഒരുപക്ഷെ അത് വലിയൊരു വെല്ലുവിളിയാകും. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ കൂടുതൽ നേതാക്കൾ, സംസ്ഥാനതല നേതാക്കളൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യം എത്രത്തോളം ഉണ്ട്? സംസ്ഥാന നേതൃത്വത്തെ എത്രത്തോളം തലവേദന ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു വിഷയം? സൗമ്യ, മുസ്ലിം ലീഗിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സംവരണ മണ്ഡലങ്ങളിൽ ഒഴികെയുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും വാർഡുകളിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വരെ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ പോലും ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. ഇതെല്ലാം ലീഗിനെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കൾ ഇരുന്ന ഒരു ചർച്ചയായിരിക്കും, സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നടത്തി ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ശ്രമിക്കുന്നത്. പ്രധാനമായും ഇനി അതിന് സമയമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് പ്രചാരണം നടക്കുന്നത്. ഇത് പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് വണ്ടൂരിലും അതുപോലെ നിലമ്പൂരിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യത പോലുമില്ല. ഇന്നലെ കൊണ്ടോട്ടി നഗരസഭയിൽ ഇത് സംബന്ധിച്ച് ഇരു പാർട്ടികളും ചർച്ച നടത്തിയിരുന്നു. ഇതും വിജയിച്ചില്ല. ഈ 12 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും വെവ്വേറെ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. സൗമ്യ.